പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, കഴിഞ്ഞ രണ്ടാഴ്ച നാം ശ്ലീഹ നോമ്പിനെ പറ്റിയും ശ്ലീഹന്മാരുടെ ജീവിതത്തെപ്പറ്റിയും അവർ നമുക്ക് നൽകുന്ന ആത്മീക മാതൃകകളെപ്പറ്റിയും ഒക്കെ ചിന്തിക്കുകയും പഠിക്കുകയുമായിരുന്നു. ഇന്ന് നാം ഇതിൻ്റെ ഒരു സമാപനത്തിലേക്ക് ഒന്നെത്തിയിരിക്കുന്നു. 12 ശ്ലീഹന്മാരുടെ ഓർമ്മ കഴിക്കുന്ന ദിവസമാണ് ജൂൺ 30. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ നോമ്പ് അവസാനിക്കുന്നത് ഇന്നാണ്. 12 ശ്ലീഹന്മാരെയും അനുസ്മരിച്ച് നാം പ്രാർത്ഥന നടത്തുന്ന ഇന്നാണ് അതിൻ്റെ യഥാർത്ഥ സമാപനം ഉണ്ടാവേണ്ടത്. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം ആദിമകാലങ്ങളിൽ. പിന്നീട് ഈ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിനം ഒരു മാറാനായ പെരുന്നാളായി ഡിക്ലെയർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ നോമ്പിൻ്റെ സമാപനം അവിടെ കൊണ്ടുവച്ചത്. അതെന്തുമാവട്ടെ, ഇന്ന് നമ്മൾ 12 ശ്ലീഹന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒരു വേദഭാഗം അതിനാധാരമായി വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 12 ശ്ലീഹന്മാർക്ക് കർത്താവ് നൽകിയ പൊതുവായ ഒരു വാഗ്ദാനമാണിത്. 12 ശ്ലീഹന്മാരെയും ഓർക്കുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അചുംബിതമായ ഒരു ഭാഗ്യം, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പദവി ഇവിടെ കർത്താവ് വർണ്ണിക്കുകയാണ്. എന്താണ്? കർത്താവിൻ്റെ ന്യായവിധിയിൽ നിങ്ങൾ എന്തു ചെയ്യും? ഇസ്രായേൽ ഗോത്രങ്ങൾ 12-നെയും ന്യായം വിധിക്കാനായി 12 സിംഹാസനങ്ങളിൽ നിങ്ങൾ ഇരിക്കും എന്നാണ് ഈ പാവപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന അസുലഭമായ അതുല്യമായ ഒരു ഭാഗ്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ 12 അപ്പോസ്തോലന്മാർ എല്ലാവരും തുല്യരായിരുന്നുവോ എന്ന ഒരു ചോദ്യം ഒരു വിവാദ വിഷയമാണ്. കത്തോലിക്ക സഭയും മറ്റ് ചില സഭകളുമൊക്കെ പത്രോസിൻ്റെ ഒരു പ്രാമുഖ്യത്തിനല്ല പ്രാഥമ്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ പ്രൈമസി ഓഫ് പീറ്റർ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുന്നില്ല. എല്ലാ ശ്ലീഹന്മാരും തുല്യരാണ്. കർത്താവ് അവർക്ക് നൽകിയ അധികാരം തുല്യമാണ് എന്നാണ് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലന്മാരുടെ ആ ഒരു ഓർഡറിൽ എല്ലാവരും ഈക്വലാണ്. എന്നാൽ പത്രോസിനെ നമ്മൾ സാധാരണ വിവക്ഷിക്കുന്നത് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നുള്ളതാണ്. സമന്മാരിൽ മുമ്പൻ എന്നുള്ള ഒരു സ്ഥാനത്താണ് വിശുദ്ധ പത്രോസിനെ നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹം കർത്താവിനോട് ചേർന്ന് നിന്നവനും കർത്താവിനെ ആദ്യമായിട്ട് ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചവനുമാണ്. എന്നാൽ മാർത്തോമാ ശ്ലീഹ കർത്താവിനെ നേരിട്ട് കർത്താവെന്ന് വിളിച്ച ആളാണ്, ദൈവമെന്ന് വിളിച്ച ആളാണ്. ശ്ലീഹന്മാരിൽ ഇവർ 2 പേര് മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിനെ നേരിട്ട് ദൈവപുത്രനെന്നും ദൈവം എന്നും വിളിച്ചിട്ടുള്ളൂ. ഒന്ന് പത്രോസും മറ്റേത് മാർത്തോമാ ശ്ലീഹായുമാണ്. ഏതാണെങ്കിലും ഈ ശ്ലീഹന്മാർക്ക് കർത്താവ് അധികാരങ്ങളും പദവികളും വിഭജിച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രൈമസി ഓഫ് പീറ്റർ എന്ന ആ ഒരു വാദത്തെ അംഗീകരിക്കുന്നില്ല. പത്രോസിൻ്റെ പ്രാഥമ്യം നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ പത്രോസിന് ഒരു പ്രമുഖ സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നുമുണ്ട്. ഹീ ഈസ് ദ ഫസ്റ്റ് എമംഗ് ദ 12 എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് എല്ലാവർക്കും ഒരുപോലെയാണ് വരങ്ങൾ നൽകിയത്. കർത്താവ് ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ മേൽ ഊതി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരുപോലെയാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നത് ഒരുപോലെയാണ്. എല്ലാവരെയും മാമോദീസമുക്ക് സഭയിൽ ചേർക്കുവാൻ അവരെ അനുവദിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. പരിശുദ്ധ ശ്ലീഹന്മാരിലൂടെ എല്ലാവരിലൂടെയും പരിശുദ്ധ റൂഹ സംസാരിച്ചു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ 3-ാം ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ
ഒരു ശ്ലീഹായിലൂടെ മാത്രമല്ല, എല്ലാ ശ്ലീഹന്മാരിലൂടെയും സംസാരിച്ചത് പരിശുദ്ധ റൂഹായാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥാനം, 12 പേർക്കും 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുപോലെ ന്യായം വിധിക്കാനുള്ള ഒരു വലിയ അവകാശവും പദവിയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കിന്ന് ഓർക്കാം. നമുക്ക് സഭകളിൽ ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉള്ളത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാ സഭകളെയും മാനിക്കുവാൻ, എല്ലാ ശ്ലീഹന്മാരുടെയും ആ ശ്ലീഹാത്വത്തെ അംഗീകരിക്കുവാൻ, ഓരോ സഭയുടെയും ശ്ലൈഹിക പാരമ്പര്യത്തെ മാനിക്കുവാൻ ഒക്കെ നമ്മളിന്ന് പഠിക്കേണ്ടതാണ്. 12 ശ്ലീഹന്മാരെ ഓർക്കുമ്പോൾ അവരുടെ ജീവിതമാണ് നമുക്ക് മാതൃകയാവേണ്ടത്. അവരാരും അവരുടെ സ്വന്തം ജീവനെ വിലപ്പെട്ടതായി കണ്ടില്ല. ഒന്നാമതായി രക്തസാക്ഷിത്വം വരിച്ച യാക്കോബ് ശ്ലീഹ മുതൽ കൊല്ലാതെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട യോഹന്നാൻ വരെയുള്ളവർ, അവരൊക്കെ തങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ സാക്ഷിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം അതിന് തുല്യമായി തീർന്നില്ലെങ്കിലും അതിനോട് ഒന്ന് ഏകീഭവിക്കുവാനുള്ള പരിശ്രമമെങ്കിലും ഉണ്ടാവണം. നമുക്ക് ശ്ലീഹന്മാരെ പോലെ ആയിത്തീരാൻ ഒരുപക്ഷെ സാധിച്ചില്ലെന്നിരിക്കും, എന്നാലും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവും ഉണ്ടാവണം. ഈ ശ്ലീഹാനോമ്പ് പരിസമാപിക്കുന്ന ഈ ദിവസം 12 ശ്ലീഹന്മാരെ ഓർക്കുമ്പോൾ ആ 12 പേരും നമ്മുടെ ത്രോണോസിൽ പ്രകാശിക്കുന്ന ഗോളങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നും നമ്മൾ ഓർക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ആരാധനയിലും അവരിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് നടുവിൽ നിൽക്കുന്ന ആ മരക്കുരിശിലൂടെ സിംബലൈസ് ചെയ്യപ്പെടുമ്പോൾ 12 മെഴുകുതിരികൾ ത്രോണോസിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത് 12 ശ്ലീഹന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എല്ലാവരും ഈക്വലാണ്. അത്തരത്തിൽ ശ്ലീഹന്മാരുടെ സാന്നിധ്യം, സഭയിലുള്ള അവരുടെ വലിയ വെളിച്ചത്തിൻ്റെ ആ ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കാം. ഈ ധൂപക്കുറ്റിയിൽ ഇങ്ങനെ കിലുങ്ങുന്ന മണികൾ 12ആണ്. ധൂപക്കുറ്റി വീശുമ്പോൾ ആ മണികളെല്ലാം കിലുങ്ങണമെന്നാണ്. എന്താ അതിൻ്റെ കാര്യം? പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെയും ശ്ലീഹന്മാരുടെ ശബ്ദം കിലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദ റിംഗിങ് സൗണ്ട്, ദ റിംഗിങ് വോയിസ് ഓഫ് ദി അപ്പോസൽസ്. അത് സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം സജീവമായി ചിന്തിക്കുന്ന വിഷയമാണ്. അത് ആരാധനയിലാണെങ്കിലും നമ്മുടെ പ്രേക്ഷിത വൃത്തിയിലാണെങ്കിലും സഭയുടെ സാക്ഷ്യത്തിലാണെങ്കിലും എല്ലാം ശ്ലീഹന്മാരുടെ ഈ വലിയ ജീവിത സാക്ഷ്യം നമ്മെ കൂടുതൽ നല്ല ജീവിതത്തിനായിട്ട് ഒരുക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.